നമുക്കിന്നൊരു വീഡിയോ ചെയ്യാം അല്ലേ? ഞാനിന്നൊരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചു. പ്രത്യേകിച്ച് അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ പറയാം, സംസാരിക്കാം, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. സഹകരിക്കണേ. അങ്ങനെ നമുക്ക് ആദ്യം ഞാനൊരു വചനം വായിക്കാം. വചനം യശയ്യാപ്രവാചകൻ 12-ാം അധ്യായം 12-ാം അധ്യായം വായിക്കാം. അന്ന് നീ പറയും, കർത്താവെ, അങ്ങേക്ക് ഞാൻ നന്ദി പറയും. അങ്ങ് എന്നോട് കോപിച്ചിരുന്നെങ്കിലും അങ്ങയുടെ കോപം നീങ്ങുകയും അങ്ങ് എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഇതാ ദൈവമാണ് എൻ്റെ രക്ഷ. ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ഞാൻ ഭയപ്പെടുകയില്ല. എന്തെന്നാൽ ദൈവമായ കർത്താവ് എൻ്റെ ബലവും എൻ്റെ ഗാനവും ആണ്. അവിടുന്ന് എൻ്റെ രക്ഷ ആയിരിക്കുന്നു. രക്ഷയുടെ കിണറ്റിൽ നിന്നും നീ സന്തോഷത്തോടെ ജലം കോരിയെടുക്കും. ആ നാളിൽ നീ പറയും, കർത്താവിന് നന്ദി പറയുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ. ജനതകളുടെ ഇടയിൽ അവിടുത്തെ പ്രവൃത്തികളെ വിളംബരം ചെയ്യുവിൻ. അവിടുത്തെ നാമം ഉന്നതമാണെന്ന് ഉദ്ഘോഷിക്കുവിൻ. കർത്താവിന് സ്തുതി പാടുവിൻ. അവിടുത്തെ മഹത്വത്തോടെ പ്രവർത്തിച്ചു. ഭൂമിയിലെല്ലാം ഇത് അറിയട്ടെ. സിയോൻ വാസികളെ ആർത്തട്ടഹാസിക്കുവിൻ. സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യേ ഉണ്ട്. മനസ്സിലായില്ലേ? ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ നമ്മുടെ മധ്യേ ഉണ്ട്. ഇപ്പം നമ്മൾ ആരെ ഭയപ്പെടണം? എന്തിനെ ഭയപ്പെടണം? എപ്പോൾ അങ്ങനെ പറഞ്ഞാൽ പറയാം, നമ്മൾ കൂടുതൽ അന്നേരമാണ് ഭയപ്പെടേണ്ടത്. കാരണം തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ ചെകുത്താൻ അടങ്ങിയിരിക്കുകയില്ല. അവൻ ഏതെല്ലാം തരത്തിൽ ആക്രമിക്കണമോ എന്ന് മത്സരിച്ചുകൊണ്ടിരിക്കും. കർത്താവിൻ്റെ കണ്ണൊന്ന് തെറ്റിയാൽ മതി, ആ നേരം കയറി അവൻ അടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവിൻ്റെ മഹത്വം നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് നമ്മളെ സംരക്ഷിക്കുന്നു. കർത്താവ് നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുന്നില്ല. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് തമ്പുരാൻ ഇന്ന് നമ്മുടെ സന്നിധിയിലുള്ളപ്പോൾ നമുക്ക് എന്തൊരു ആശ്വാസമാണല്ലേ? അതൊരു വെറും വാക്കല്ല, കർത്താവിൻ്റെ വാക്കല്ലേ? അപ്പം ഞാനിന്നൊരു കാര്യം പറയട്ടെ. നമ്മളിപ്പം ഒരു ഭവനം പണിയാന്ന് വിചാരിക്കുക. പണ്ടത്തെ കാലത്തൊക്കെ, ഇപ്പം ഞാനിത് പറയുന്നത് അത്ര ഇഷ്ടപ്പെടുന്നൊരു സംഗതികളല്ല, ആർക്കും അത്ര പെട്ടെന്ന് ദഹിക്കുകയില്ല. പക്ഷെ പറയാതിരിക്കാൻ പറ്റുകയില്ല. ഇത് പറഞ്ഞ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കുകയോ ആരെങ്കിലും ചെയ്താൽ അവർ ഭാഗ്യവാന്മാർ മാത്രമല്ല, സ്വയം സംരക്ഷിക്കപ്പെടുന്നവരും ആയിരിക്കും. കാരണം എന്നറിയാൻ ഞാൻ പറയട്ടെ. ഇപ്പോൾ ഒരു ഭവനം പണിയുന്നു. ഇപ്പോൾ നമ്മൾ പുതിയ വീട് വെക്കാമെന്ന് വിചാരിക്കുക. ആ വീട് പണിയുമ്പോൾ നമ്മളെല്ലാം ക്രമീകരിക്കും. നമ്മൾ പ്ലാനിങ്ങിൽ ബെഡ്റൂം, ഡൈനിങ് റൂം, കിച്ചൺ, ബാത്റൂം, സിറ്റ് ഔട്ട്, ഹാള്, ഇങ്ങനെയെല്ലാം നമ്മൾ ക്രമീകരിച്ചായിരിക്കും പ്ലാനിങ്ങിലെല്ലാം രേഖപ്പെടുത്തിയിട്ടാണല്ലോ നമ്മളിതെല്ലാം പണിയുന്നത്. അത് ശരിയാണ് താനും, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതും തന്നെ. പക്ഷേ അതിലൊരു സാധനം ഒഴിവാക്കണം നമ്മൾ. അത് നമ്മുടെ വീടിനോട് ഇതിപ്പോൾ വീടും രണ്ടായിട്ട് നിൽക്കണം. ഇത് എന്താണെന്നറിയോ? ബാത്റൂം. ഒരിക്കലും വീടിൻ്റെ അകത്ത് ബാത്റൂം പാടില്ല. ഇപ്പോൾ ഈ കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് വീടിൻ്റെ അകത്തൊക്കെ ബാത്റൂം വരുന്നത്. അല്ലെങ്കിൽ മുറ്റത്തോ അല്ലെങ്കിൽ അതിന് സൈഡിലോ എവിടെയെങ്കിലും ചേർന്നായിരിക്കും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ബാത്റൂം പണിയുക. പക്ഷെ ഇപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ഇപ്പുറം എല്ലാവരും വീട്ടിൽ തന്നെ, വീടിൻ്റെ അകത്ത്, അല്ലെ ബെഡ്റൂമിനോട് ചേർന്ന്, അല്ലെ ഹാളിനോട് ചേർന്ന്, അല്ലെ അടുക്കളയിലോട് ചേർന്ന്, അടുക്കളയ്ക്കകത്ത് തന്നെ, വീടിൻ്റെ ഇതേ നമ്മുടെ ഈ സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിൽ തന്നെ അല്ലേ? ശരിയല്ലേ? അതെ, അങ്ങനെയാണ് ഇപ്പം പൊതുവെ എല്ലാവരും വീട് പണിയുന്നത്. അപ്പം ഞാനിത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് ഇപ്പോൾ ചോദിച്ചാൽ, കൃത്യമായി അതിൻ്റെ തെളിവുകൾ എനിക്കിവിടെ പറയാൻ നിവർത്തിയില്ല. എങ്കിലും നിങ്ങൾക്ക് സാമാന്യം മനസ്സിലാക്കാൻ കഴിവുള്ളവരാണെങ്കിൽ, ഇത് കേൾക്കുന്നതെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കണം എന്ന് ഞാൻ പറയുന്നു. കാരണം ഈ ബാത്റൂം നമ്മുടെ വീടിൻ്റെ അകത്ത് തന്നെയാണ്. നമ്മൾ ഈ വീട് പണിയാൻ പ്ലാൻ വരച്ച് അതേ സ്ക്വയർ ഫീറ്റിൻ്റെ അകത്ത് ആണ് നിൽക്കുന്നതെങ്കിൽ, അതായത് ബെഡ്റൂമിൻ്റെ ചേർന്ന്, അടുക്കളയോട് ചേർന്ന്, ഹാളിനോട് ചേർന്ന്, അല്ല സിറ്റ് ഔട്ട്, ഇങ്ങനെ എവിടെയെങ്കിലും ഇതിലോട് നമ്മുടെ മുറിയുമായിട്ട്, വീടുമായിട്ട് ബന്ധപ്പെട്ട് ചേർന്നാണ് കിടക്കുന്നതെങ്കിൽ ആ വീട്ടിന് ഭയങ്കര അപകടമായിരിക്കും. ആ വീടെന്നല്ല, നമ്മുടെ മിക്ക വീടുകളും അത് തന്നെയാണ്. എല്ലാ വീടുകളിലും അത് തന്നെയാണ് ഇപ്പോൾ. അപ്പോൾ അവർക്ക് ആ വീട്ടിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ശ്വാസമുട്ട്, ഒന്ന് വലിവ്, ചുമ,
ശരീരത്തിന് ക്ഷീണം, ഈ 3-4 രോഗങ്ങൾ വിട്ടുമാറാൻ നിങ്ങളെ പിന്തുടരും. ഒരിക്കലും അത് വിട്ടുമാറുകയില്ല. എന്നാൽ അത് തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ മരുന്ന് വാങ്ങി കഴിക്കുമ്പോഴൊക്കെ തൽക്കാലം ആശ്വാസം കിട്ടുന്നല്ലാതെ വേറെ ഒരു പ്രയോജനം ഇതുകൊണ്ടുണ്ടാവില്ല. ഇതൊരിക്കലും നമ്മൾ വിട്ടുമാറുകയില്ല. ഒത്തിരി അനുഭവങ്ങളുണ്ട് ഇതിനകത്ത്. ഇതെങ്ങനെ പറഞ്ഞു, എങ്ങനെ ഇത് കണ്ടുപിടിച്ചെന്നോ അല്ലെ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്നോ തൽക്കാലം പബ്ലിക്കിൽ പറയാൻ നിവർത്തിയില്ല. വലിയ കുഴപ്പങ്ങളുണ്ടാക്കുന്നത് നിങ്ങൾ ഇങ്ങനൊന്നും ഇതൊന്നും ഇപ്പോൾ വീട് പണിയുമ്പോൾ നമ്മൾ ആ ബാത്റൂം നമ്മുടെ വീട്ടിൽ നിന്ന് വിട്ട് കളത്തിൻ്റെ സൈഡിൽ എവിടെയോ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ എവിടെയോ സെപ്പറേറ്റ് ആയിട്ടൊന്ന് പണിത് നോക്ക്. നമ്മുടെ വീടുമായിട്ട് ബന്ധമില്ലാതെ ഇതിനെ സെപ്പറേറ്റ് വേറെ ആയിട്ട് ഒറ്റപ്പെടുത്തിയെന്ന് പണിത് നോക്ക്. ഈ മുറിക്കകത്ത് പണിയുന്ന ആഡംബരം അല്ലെങ്കിൽ അവിടെയും ചെയ്തോ, കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ വീട്ടിൽ ഇതാവരുത്. ഇത് പാലിക്കുന്നവരുടെ വീട് സുരക്ഷിതമായിരിക്കും. ദൈവം അവിടെ വസിക്കും. ദൈവം ഈ സാധനം അകത്തുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ ഭവനത്തിൽ ദൈവം വസിക്കുകയില്ല. ഇവിടെ നമ്മുടെ പ്രാർത്ഥന മുറിയുണ്ട്, നമ്മുടെ ബൈബിള് വെക്കുന്ന മുറികളുണ്ട്, നമ്മൾ ഇവിടുന്ന് സന്ധ്യാപ്രാർത്ഥന ചൊല്ലുന്ന സ്ഥലമാണ്. ഇതിൻ്റെ അകത്താണ് ഈ ബാത്റൂം ഉണ്ടാകുന്നത്. ഇതെല്ലാം മുട്ടി നിൽക്കുന്നു. ഇവിടെ ബാത്റൂം ആണെങ്കിൽ ഇവിടെ ഇരുന്നായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കുക. ഡോറുള്ളതുകൊണ്ടൊന്നും കാര്യമില്ല. കാരണം നമ്മൾ ഈ വരച്ച സ്ക്വയർ ഫീറ്റിൻ്റെ ഉള്ളിലാണ് ഈ സാധനം കിടക്കുന്നത്. മലമൂത്ര വിസർജനം നടത്തുന്ന സ്ഥലം ഈ നമ്മൾ കിടന്നുറങ്ങാൻ ഉപയോഗിക്കുന്ന ഈ മുറിക്കകത്താണ് ഉള്ളത്. ഇത് വീടുമായിട്ട് ബന്ധം ഉണ്ടാക്കാൻ പാടില്ല. ഇത് വീട്ടിൽ നിന്ന് വിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളൊരു ബാത്റൂം പണിത് നോക്ക്. നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ നിങ്ങളുടെ സൗകര്യം പോലെ ഒക്കെ നിങ്ങൾ ചെയ്യാം. നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്ക്. ഇത് ഞാൻ പറഞ്ഞത് തെറ്റാണോ ശരിയാണോ എന്ന് ജീവിതാനുഭവം കൊണ്ട് പഠിച്ചവരാണ് ഇതിൽ പറയുന്നത്. ഈ രോഗം നിങ്ങളെ പിടികൂടാതിരിക്കണമെങ്കിൽ, ഈ ശ്വാസമുട്ട് ഒഴിവാക്കി പോകണമെങ്കിൽ, ഈ വലിവ് ഒഴിവാക്കി പോകണമെങ്കിൽ, ഈ ചുമ വിട്ടുമാറാത്ത ചുമ ഇതൊക്കെ വിട്ടുമാറണമെങ്കിൽ ഈ സാധനം വീട്ടിൽ നിന്ന് മാറ്റി നിർത്തണം. ഇപ്പോഴത്തെ കാലങ്ങളിൽ ഇപ്പോൾ പണം പെരുപ്പം ഉണ്ടായതിനു ശേഷം ആഡംബരങ്ങൾ കൂടിയതിനു ശേഷമൊക്കെയാണല്ലോ ഈ പെരയ്ക്കകത്ത് ഈ ബാത്റൂമൊക്കെ വന്നത്. അത് മാത്രമല്ല പറയും, നമ്മൾ സ്ത്രീകൾ തന്നെ താമസിക്കുന്ന പ്രായമുള്ള അമ്മച്ചിമാരുണ്ട്, അപ്പച്ചന്മാരുണ്ട്, രോഗികളുണ്ട്, കിടപ്പ് രോഗികളുണ്ട്. ഇവർക്കൊക്കെ സൗകര്യങ്ങൾ വേണം. കിടപ്പ് രോഗികളൊക്കെ വന്നത് ഇതൊക്കെ ഇതിനകത്ത് വീട്ടിനകത്തിരിക്കുന്നതുകൊണ്ടാണ് കിടപ്പ് രോഗികളൊക്കെ ആയത്. എന്ന് വെച്ചാൽ ചോദിക്കുന്നത് അല്ലെങ്കിൽ കിടപ്പ് രോഗികൾ ഇല്ലേ എന്ന് ചോദിക്കും. ഉണ്ട്, ഇല്ലാഴികൊന്നുമില്ല. പക്ഷേ കൂടുതലും വർദ്ധിച്ചു വരുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. ഈ മാലിന്യങ്ങൾ നമ്മുടെ പെരയ്ക്കകത്തായതുകൊണ്ട്. ദൈവം വസിക്കുന്ന ഇടം ശുദ്ധിയുള്ള സ്ഥലമായിരിക്കണം, വിശുദ്ധിയുള്ള സ്ഥലമായിരിക്കണം. ആ വീട് ഭവനം ശുദ്ധിയുള്ളതായിരിക്കണം. ഒരു ഭാഗത്ത് മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നിടത്ത് പ്രാർത്ഥന മുറിയോ പ്രാർത്ഥനയോ പാടില്ല. വെറുതെ ഒരു ചടങ്ങിൽ നിങ്ങൾക്കത് ചെയ്യാമെന്നല്ലാതെ ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനമില്ല. ഇത് പറയാൻ വേണ്ടി മാത്രം ഞാനിന്ന് വീഡിയോ ചെയ്തത്. ഇഷ്ടമുള്ളവർക്ക് അനുസരിക്കുക, ഇഷ്ടമില്ലാത്തവർക്ക് അനുസരിക്കേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷേ അപകടങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ വരുത്തി വെച്ചത് കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് ഈ അപകടങ്ങൾ വന്നു ചേരുന്നത്. ഇതൊന്ന് മാറ്റി നിർത്തിയ ദൈവമക്കളെ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഗുണമുണ്ടാകും. നല്ല ഐശ്വര്യം കുടുംബത്തുണ്ടാകും, സമാധാനം സന്തോഷം ഉണ്ടാകും. ദൈവം നിങ്ങളുടെ ഭവനത്തിൽ വസിക്കും. ഇതുള്ള ഭവനത്തിൽ ദൈവം വസിക്കുകയല്ല, പകരം വേറെ പലരും കയറി താമസിക്കും. ആ വീടിൻ്റെ അവസ്ഥ ഭയങ്കര ദയനീയവുമായിരിക്കും. സമാധാനത്തോടൊന്ന് കിടന്നുറങ്ങാനൊക്കെ നിങ്ങൾ ബുദ്ധിമുട്ടും. അതുകൊണ്ടൊക്കെ തന്നെയാണ് പണ്ട് കാലങ്ങളിലൊന്നും ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ജീവിതം അന്നത്തെ ജീവിതമൊക്കെ നമ്മളൊന്ന് തട്ടിച്ച് നോക്കിക്കേ, എത്ര മാറ്റം ഉണ്ടെന്നറിയാം. എല്ലാവരും പറയും നമുക്ക് ആ പണ്ടത്തെ പഞ്ഞമാണ്, പിന്നെ പട്ടിണിയാണ്, ദാരിദ്ര്യമാണ്. ഒരു നേരം വെച്ചാലും നമുക്ക് നമ്മുടെ വീട്ടിൽ സന്തോഷവും സമാധാനം ഉണ്ടായിരുന്നു. രോഗം ഉണ്ടായിരുന്നില്ല, തകർച്ച ഉണ്ടായിരുന്നില്ല, അശുദ്ധി ഉണ്ടായിരുന്നില്ല. കുടുംബ പ്രാർത്ഥന, സന്ധ്യാപ്രാർത്ഥന നല്ല പരിപാലനമായി നടന്നു പോന്നിരുന്ന ഭവനങ്ങളായിരുന്നു നമ്മുടെ പണ്ടത്തെ. ആ ചെറിയ ഓലയിട്ട വീടും പുല്ലുമേഞ്ഞ വീടും ആ പച്ചക്കട്ട കൊണ്ട് കിട്ടിയ വീടും ഒക്കെ നല്ലതായിരുന്നു. ഐശ്വര്യം ഉണ്ടായിരുന്നു ആ വീട്ടിൽ. ഇന്ന് എവിടെ നിന്നൊക്കെയോ ആരാൻ്റെയൊക്കെയോ ഏതൊക്കെയോ ശാശിക്കൊണ്ട് സമ്പത്ത് വലിച്ച് വാരി കെട്ടിക്കൊണ്ട് വന്ന് നമ്മൾ വലിയ കൊട്ടാരം പോലത്തെ വീടും നല്ല 2-3 നിലകൾ വീടൊക്കെ പണിതിട്ട് അതിൻ്റെ അകത്ത് 2-3-4 അറ്റച്ചിട്ട് ബാത്റൂം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഗേമയാണ് ഓരോരുത്തരുടെ വിചാരം. ഈ എത്ര ബാത്റൂമുണ്ട്? 2 ബാത്റൂമുണ്ട്, 3 ബാത്റൂം. ഇത് ഗമയിൽ നല്ല അന്തസ്സോടെ പറഞ്ഞ് കേൾക്കുമ്പോൾ ചിലപ്പോൾ സത്യം പറഞ്ഞ് എനിക്ക് പേടി തോന്നിയിട്ടുണ്ട്. നല്ല ഭയമാണ് തോന്നുന്നേ. ഇത് അഭിമാനമല്ല, തകർച്ചയാണ്. തകർച്ചയുടെ വക്കിൽ നിന്നുകൊണ്ടാണ് നിങ്ങളിത് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തെ വേണമെങ്കിൽ, കർത്താവിന് നമുക്ക് വേണമെങ്കിൽ
നമ്മൾ ഈ സാധനം വീട്ടിൽ നിന്ന് ഒഴിവാക്കി നിർത്തണം. താല്പര്യമുള്ളവർ ചെയ്യുക, ഇല്ലെങ്കിൽ അനുഭവത്തോടെ മുന്നോട്ട് പോവുക. ഈ രോഗവും അശുദ്ധിയും മാലിന്യങ്ങളും വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. എത്ര ചികിത്സിച്ചാലും നിങ്ങൾ സൗഖ്യപ്പെടുകയില്ല. മരുന്ന് കഴിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ സൗഖ്യം പ്രാപിക്കുകയുള്ളൂ. പിന്നെ അതേപോലെ നിങ്ങൾ വന്നത് പിടികൂടും. വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. അത്രയ്ക്കും നല്ലതല്ല, തീർത്തും മോശമാണ്. ഈ തലമുറകൾ മോശമായ അവസ്ഥയിലൊക്കെ നീങ്ങാനും നമ്മുടെ വീട്ടിലെ മക്കൾ നമ്മളെ അനുസരിക്കാത്ത പോകുന്നതും അവരവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നതും ഒക്കെ നമ്മുടെ വീട്ടിലെ കുറവുകൾ നിമിത്തം മാത്രമാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞ് നേരെ വഴിക്കൊന്ന് കൊണ്ടുപോകാൻ പറ്റുമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അവരോട് ധൈര്യമായിട്ട് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റിയില്ല. പെൺകുട്ടികൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയാണ്. അത് അങ്ങോട്ടൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. പോയിട്ടും പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഇതിന് മുമ്പ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്തതാണ്. പക്ഷേ അതെവിടെ ഏശിയിട്ടൊന്നുമില്ല, ആർക്കും ഏശാനും പോകുന്നില്ല. ദൈവം വിചാരിച്ച പോലെ നന്നാകാൻ പോകുന്നില്ല. പിന്നെ ഇനിയിപ്പോൾ ഈ കേവലം ഞാനൊരാൾ പറഞ്ഞുകൊണ്ടൊന്നും ഒരു രക്ഷയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. നന്നാകുകയില്ല. കർത്താവ് ഇവിടെ കൊണ്ട് നിർത്തുമല്ല, നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയാണ്ടേ, കർത്താവിൻ്റെ മക്കളെ കർത്താവിനെങ്കിൽ അടുപ്പിക്കുന്നവരെ കർത്താവ് നിർത്തി വെച്ച് കഴിഞ്ഞു. ഈ അവസ്ഥയിൽ പോകുന്നതുകൊണ്ടാണ്. അതായത് കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പ് നിർത്തി കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി കർത്താവ് തിരഞ്ഞെടുക്കിയാലാര്? ആ മനുഷ്യരുടെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് അറിയാവോ എത്ര വലുതാണ്? നമ്മുടെ ഏതെങ്കിലും ഒരു പെൺകുഞ്ഞുങ്ങളുണ്ടോ നന്നായിട്ടൊന്ന് കാണാൻ പറ്റുന്നവർ, ഒന്ന് അനുസരിക്കുന്നവരായിട്ട്? ഒന്ന് പള്ളിയിൽ പോകുക പറയാം, അതൊക്കെ ഒരു ചടങ്ങാണ്. എല്ലാവരും പള്ളിയിൽ പോകാൻ പറയുന്നത് പോകണം, പോയാലേ പറ്റൂ, അല്ലെങ്കിൽ അടി കിട്ടുകയല്ലേ. അതുകൊണ്ട് മാത്രം പോകുന്ന പള്ളിയിൽ പോയാലും പള്ളിക്കാര്യങ്ങളൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല ആർക്കും. അതിലിപ്പോൾ ആ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് ഇവിടെ ആരെയും എനിക്ക് രക്ഷപ്പെടുത്താനൊന്നും നമുക്ക് സാധിക്കുകയില്ല. അതൊക്കെ സ്വയം രക്ഷപ്പെടണം. ദൈവത്തെ തിരിച്ചറിയാൻ പറ്റാത്തതുപോലെ അന്ധതയിൽ ബാധിച്ചു പോയി, അന്ധകാരത്തിലാണ്ട് പോയി നമ്മുടെ ജീവിതം. ഈ അന്ധകാരത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മത്സരിക്കുന്നത് ദൈവത്തോടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് ബാത്റൂമിൻ്റെ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഇനിയെങ്കിലും പുതിയ പുതിയ വീടൊക്കെ പണിയുന്നവർ ഇത് ഒന്ന് മാറ്റി നിർത്തി നോക്കുക. ഇപ്പം അങ്ങനെ കള്ളന്മാർ വരും, പേടിയാ, പുറത്തിറങ്ങാൻ പേടിയാ, മുറ്റത്ത് പോകാൻ പേടിയാ. ഇപ്പോൾ കരണ്ടും വെള്ളം സൗകര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ലൈറ്റൊക്കെ ഇട്ട് വെച്ചാൽ പോരെ. വീട്ടിൽ ഒറ്റപ്പെട്ടവരാരും അങ്ങനെ ചുരുക്കം പേരൊക്കെ അല്ലേ ഉണ്ടാകുള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ വീടിനോട് ഈ നമ്മുടെ ഈ വീട് കെട്ടുന്ന തറയില്ലേ, അതിൻ്റെ അകത്ത് വരാതെ അതിൻ്റെ പുറത്ത് വെച്ച് നിങ്ങൾ കെട്ടുക. ഈ തറയ്ക്കകത്ത് വരാതെ പുറത്ത് വിടും. ഈ തറയ്ക്ക് പൂർണ്ണമാകും ദൈവത്തിൻ്റെ ചൈതന്യം തന്നെ കൂടിക്കൊള്ളട്ടെ. ഇതുവരെ ഇങ്ങനൊരു ക്ലാസ് ആരും പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ? അറിഞ്ഞാലല്ലേ പറയൂ. അറിഞ്ഞവർ പറഞ്ഞിട്ടും കാര്യമില്ല, പറഞ്ഞാൽ ആരോട്ടും അനുസരിക്കുകയില്ല. ആർഭാടങ്ങളുടെ പുറകെ ഓടുമ്പോൾ, ആഡംബരങ്ങളുടെ പുറകെ ഓടുമ്പോൾ ഇതൊക്കെ ആർക്കാണ് ശ്രദ്ധിക്കാൻ നേരം? അതുകൊണ്ട് വീടിൻ്റെ അകത്ത് ബാത്റൂം ഒഴിവാക്കുന്നത് 100-101% ബെറ്ററാണ്, നല്ലതാണ്. ദൈവചൈതന്യം നിങ്ങളുടെ ഭവനത്തിൽ കുടിയിരിക്കും. തമ്പുരാൻ നമ്മുടെ ഭവനത്തിലിരിക്കും, നമ്മുടെ കൂടെ ഉണ്ടാവും, നമ്മുടെ പ്രാർത്ഥനയിൽ. അല്ലാത്ത പക്ഷം പുറത്ത് തന്നെ നിൽക്കേണ്ടി വരും. കർത്താവ് വന്ന് അകത്തേക്ക് കയറുകയില്ല. നമ്മൾ കേട്ടാലേ മതിയാവും, നമ്മൾ അനുസരിച്ചല്ലേ മതി. തമ്പുരാനെ നമ്മൾ ധിക്കരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഭവനത്തിൽ കർത്താവിൻ്റെ ഉടമ്പടി നമ്മൾ പാലിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ ഭവനത്തിൽ എന്നും ഈ കുറവുകളും നീങ്ങാതെ കണ്ടിങ്ങനെ കിടക്കുന്നത്. അത് ദഹിക്കാതെ കിടക്കും. നമുക്ക് തമ്പുരാനില്ലാതെ നമ്മുടെ ജീവിതം കൊണ്ട് എന്ത് കാര്യമുള്ളൂ? ഒരു നിമിഷം നമ്മൾ നകന്നു നീങ്ങിയ ഇപ്പം ഞാനിപ്പോൾ 12-ാം അധ്യായം യെശയ്യാ-പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കുക. നിങ്ങൾ 12:6 വരെ ഒന്ന് വായിച്ചു നോക്ക്. ഞാൻ ഒരു നിമിഷം നിങ്ങളോട് കോപിച്ചെങ്കിലും ആ തമ്പുരാൻ്റെ ആ കോപം നമ്മുടെ ജീവിതത്തെ എത്രമാത്രം മാറ്റിമറിക്കുന്ന നമുക്കറിയാവോ? നമുക്ക് പിടിച്ചു നിൽക്കാനാവുകയല്ല ഭൂമിയിലും വീട്ടിലും. ഒരു നിമിഷം എന്നൊക്കെ സ്വർഗത്തിൽ ഒരു നിമിഷം നമുക്കിവിടെ വർഷങ്ങളായിരിക്കും. കണ്ടോ പറയുന്നേ? അന്ന് നീ പറയും, കർത്താവ് അങ്ങേക്ക് ഞാൻ നന്ദി പറയും. അങ്ങ് എന്നോട് കോപിച്ചിരുന്നെങ്കിലും അങ്ങയുടെ കോപം നീങ്ങുകയും അങ്ങ് എന്നെ സഹായിക്കുകയും ചെയ്തു. അങ്ങനെ കർത്താവിനെ അറിയാം. കർത്താവിൻ്റെ സഹായമില്ലാതെ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റിയല്ല. കോപമൊക്കെ കർത്താവിന് നമ്മുടെ കോപം വരണമെങ്കിൽ എന്താ കാര്യം? നമ്മൾ എന്തെങ്കിലും അതുപോലെ അനുസരിച്ച് കർത്താവിന് ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നത് കൊണ്ടല്ലേ. എന്നുവെച്ചാൽ ഇതുമായിട്ട് ബാത്റൂമായിട്ട് ബന്ധമുണ്ടോ നിങ്ങളിപ്പോൾ ചോദിച്ചേക്കാം. അത് ഇതായിട്ട് ബന്ധമൊന്നുമില്ല. അങ്ങനെ അതിനകത്ത് ഒരു ബൈബിളിലൂടെ ഇവിടെ പറഞ്ഞിട്ടൊന്നുമില്ല. അതൊന്നും പറയല. നമ്മുടെ ജീവിതത്തിലും കർത്താവ് നമുക്ക് കാണിച്ചിരുന്ന വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഏറ്റക്കുറച്ചുകൾ നമുക്കത് മനസ്സിലാവും. അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. അല്ലാണ്ട് അങ്ങനെ ചെയ്യും ഇങ്ങനെ സ്കൂൾ മാഷിനെ പോലെ നമ്മുടെ കൂടെ തന്നെ വഴി എടുത്ത് അടിച്ചുകൊണ്ട് നമ്മുടെ പുറകെ ചെയ്തു തരാൻ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്നൊന്നും കർത്താവ് പറയല.
അതിന് നമുക്ക് ബുദ്ധിയും വിവരമൊക്കെ തന്നേക്കുന്നേ. വേണ്ടതും വേണ്ടാത്തതും നോക്കി കണ്ട് ചെയ്യുക. ശ്രദ്ധിച്ചാൽ അവനവനും നല്ലത്. ഇത് കർത്താവ് വലിയവനായ ദൈവത്തിൻ്റെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മൾ എത്ര കാലം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചുകൊണ്ട് ജീവിക്കും? തള്ളിക്കളയും പറ്റ തള്ളിയാൽ തീർന്നില്ലല്ല. കർത്താവില്ലാത്ത ഭവനത്തിൽ ഇപ്പോൾ പിശാചുണ്ടെന്നുള്ള കാര്യം ഉറപ്പ്. ഇത് രണ്ടുമാണ് ഇപ്പോൾ നിലനിന്ന് പോകുന്നത്. ഒന്ന് ദൈവം, ഒന്ന് പിശാച്. ദൈവം ഇല്ല എങ്കിൽ പിശാച് ഉറപ്പായിട്ട് ഇവിടെ ഉണ്ടാവും. പിശാചിന് അനുവാദമൊന്നും വേണ്ടല്ലോ കയറി വരെ. കർത്താവിന് നിയമങ്ങളുണ്ട്. നിയമങ്ങളിലേക്ക് നേരത്തെ കർത്താവ് മാറി നിൽക്കും. കർത്താവ് പരിശുദ്ധനും വിശുദ്ധിയുള്ളവനുമല്ലേ. കർത്താവിന് വിശുദ്ധി ഇല്ലാത്തടത്ത് കർത്താവ് വസിക്കില്ലല്ലോ. അപ്പോൾ വിശുദ്ധി ഇല്ലാത്തവൻ ഇവിടെ വരും. അപ്പോഴാണ് നമ്മുടെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത്. ഇത് കയറി വരും, അത് അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുന്നപ്പോൾ നമ്മളിങ്ങനെ മനുഷ്യനെ പോലെ കയറി വരികയല്ലോ. അവൻ അരൂപിയല്ലേ, നിഴലല്ലേ. നിഴൽ വന്ന് എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നുള്ള കാര്യം നമ്മൾ കാണുന്നുണ്ടോ? അപ്പം ശ്രദ്ധിച്ചാൽ അവനവനും നല്ലത്, ഇല്ലെങ്കിൽ അനുഭവിക്കുക തന്നെ. ആർഭാടം കാണിക്കാൻ, പത്രാസ് കാണിക്കാനൊക്കെ ബാത്റൂമും 3-4 ബാത്റൂമൊക്കെ അവനവൻ്റെ പെരക്കകത്ത് കയറ്റിയിട്ട് ഈ ശവപ്പറമ്പിനകത്ത് നമ്മൾ കയറി കിടന്നുകൊണ്ട് ഇതിനകത്ത് തന്നെ നമ്മൾ ഉണ്ട് കുറങ്ങി നമ്മൾ ഇതിനകത്ത് തന്നെ കിടന്നുകൊണ്ട് അപകടങ്ങൾ കൂട്ടുപിടിക്കുക. ആശുപത്രിക്കാർക്കും ഹോസ്പിറ്റലുകാർക്കും ഒക്കെ നല്ല കാശ് വരാം ഇങ്ങനെ 4 വീടുകളുണ്ടെങ്കിൽ. 4 ലോകം മുഴുവൻ അത് തന്നെയല്ലേ. 4 ലോകത്തിൽ എത്ര വീടുണ്ടോ അത്രയും വീട്ടിൽ ഇതൊക്കെ ഉണ്ടല്ലോ അല്ലേ. ഞാനൊരു ചെറിയ പാട്ട് പാടാം കേട്ടോ. എനിക്ക് ഇത്രയെങ്കിലും നിങ്ങളോട് പറയാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട് മനസ്സിൽ. അനുസരിക്കാതിരിക്കുന്നു അത് അവരവരുടെ ഇഷ്ടമാണ്. ഞാൻ ഒരു കുഞ്ഞു പാട്ട് പാടട്ടെ. ഏത് പാട്ടാണ് ഇപ്പോൾ പാടണ്ടേ? സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണേ. സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണേ. നിൻഹിതം ചെയ്തോനാം നിൻ പുത്രനെ പോലെ ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യുവാൻ. എൻ ദൈവമേ നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നും മോദമാം. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടമൊന്നും വേണ്ട പ്രിയനേ, നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള നിൻഹിതമെന്തെന്നോ ഞാനറിയുവാൻ. എൻ മാനം പുതുക്കി മാറിടുന്നു നിത്യം നിന്ദ്യമാണെനിക്ക് ലോകലാവണ്യം. നിന്ദ്യമാണെനിക്ക് ലോകലാവണ്യം. സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണേ. സ്വർഗീയ പിതാവേ നിൻ തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലാകണേ. ഇഷ്ടമായോ നിങ്ങൾക്ക് എൻ്റെ പാട്ട്? ഞാൻ പാട്ടുകാരിയൊന്നുമല്ല, ചുമ്മാ ഒന്ന് പാടിയതേ ഉള്ളൂ. അപ്പോൾ ഒരു വചനം കൂടെ വായിക്കണോ? വായിച്ചേക്കാം അല്ലേ? നമുക്കത് പുതിയത് വായിക്കാം. പുതിയതിലേക്ക് പോകാം. പുതിയത് പൗലോസ്ലീഹ എഴുതിയ ലേഖനം 3-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള തിരുവചനം. 20 വരെയുള്ള തിരുവചനം കേട്ടോ. വായിക്കാം നമുക്ക്. യോഹന്നാൻ ഹെറോദോസ് രാജാവിന് അവൻ്റെ സഹോദര ഭാര്യയായ ഹെറോദിയായ നിമിത്തം അവൻ ചെയ്തിരുന്ന മറ്റെല്ലാ ദുഷ്കൃത്യങ്ങളുടെ പേരിലും കഠിനമായി കുറ്റപ്പെടുത്തിയിരുന്നു.
അല്ല, തൽഫലമായി ഹെറോദാസ് യോഹന്നാനെ കാരാഗൃഹത്തിലടച്ചു. അങ്ങനെ തൻ്റെ തിന്മകളുടെ എണ്ണം ഒന്നുകൂടി വർദ്ധിപ്പിച്ചു. സ്നാപകന്റെ വചനമാണ് കിട്ടിയത്. തിന്മകൾ ഒന്നുകൂടെ വർദ്ധിപ്പിച്ചു. വായിക്കുമ്പോൾ അങ്ങനെ തിന്മകളെ തന്നെ തിരിച്ചറിയാനുള്ള ആ തിരിച്ചറിവുണ്ടാകണം. മനസ്സിലായില്ലേ? നമ്മൾ പിന്നെ ബൈബിള് വായിക്കുമ്പോൾ ഇതങ്ങ് വായിച്ചു വിട്ടു. കുറച്ച് കഴിയുമ്പോൾ നമ്മളിത് വായിച്ചു വിട്ട ഒരു കുട്ടിയോട് ചോദിക്കുകയാണ്, നമ്മളിപ്പോൾ എന്താ ഏത് വചനമാണ് വായിച്ചത്, അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഇവിടെ ഇപ്പോൾ തെറ്റും കുറ്റങ്ങളും കാണാം. ഹെറോദാസ് ഒന്നാതെ സഹോദരന്റെ ഭാര്യയുമായി ഉള്ള മോശമായ പ്രവൃത്തി ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിലാണ് സ്നാപക യോഹന്നാനെ കാരാഗൃഹത്തിൽ അടച്ചത്. അവൻ ഒന്നാതെ തെറ്റുകാരനാണ്. അതിന്റെ കൂടെ ഒന്നും കൂടെ കൂട്ടി ചേർത്തു. മനസ്സിലായി? ഇതാണ് മനുഷ്യര്. നമ്മൾ ചെയ്യുന്ന തെറ്റ് നമ്മുടെ ഇഷ്ടങ്ങൾക്ക്, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി, നമ്മുടെ ഇഷ്ടങ്ങൾ സാധിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ തെറ്റിനോട് പിന്നെ തെറ്റ് കൂട്ടിച്ചേർക്കുക ചെയ്യുന്നത്. അപ്പം അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ വീട് പണിയുമ്പോഴായാലും ഏതൊരു ജോലിയിൽ ഏർപ്പെടുമ്പോഴും അത് ശരിയായ രീതിയാണോ, ശരിയായ ദിശയിലേക്കാണോ പോകുന്നതെന്ന് നമ്മൾ തന്നെ സ്വയം ഒന്ന് മനസ്സിലാക്കണം. അതാ നമ്മൾ ചെയ്യേണ്ടത്. നമ്മളതാ ചെയ്യേണ്ടത്. അപ്പം ഇതാണ് ബൈബിള്. ഓരോരോ കാര്യങ്ങൾ നമ്മൾ വചനം വായിക്കുമ്പോൾ ഓരോരോ വചനത്തിലൂടെ ആ നന്മ തിന്മ നമുക്ക് തിരിച്ചു തരുന്നുണ്ട്. ജ്ഞാനത്തിന്റെ പുസ്തകത്തിലും പ്രഭാഷകന്റെ പുസ്തകത്തിലും ഒക്കെ ഇഷ്ടം പോലെയുണ്ട്. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ അത് എത്ര എന്ന് പറയാൻ പറ്റില്ല, അതുപോലെയുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നുവോ എന്ത് ചെയ്യണ്ടെന്നുള്ളതിന്റെ ശരിയായ രൂപരേഖകളെല്ലാം ഈ ബുക്കിനകത്തെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മളത് തിരിച്ചറിഞ്ഞത് വേണ്ടാത്തത് തള്ളുകയും, പ്രഭാഷകന്റെ പുസ്തകം പറയുമ്പോൾ അത് തന്നെയാണല്ലോ കിട്ടിയത്, അത് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മരണം 41-ാം അധ്യായം ഒന്ന് വെറുതെ വായിച്ചു നോക്കാം അല്ലേ? അതിൽ നമുക്ക് എന്ത് പറയുന്നു നമുക്ക് നോക്കാം. മരണമേ, തൻ്റെ സമ്പത്തിൻ്റെ മധ്യേ സമാധാനപൂർവം ജീവിക്കുന്നവന്, കേട്ടോ, മരണമേ തൻ്റെ സമ്പത്തിൻ്റെ പുറത്ത് സമാധാനത്തോടെ ജീവിക്കുന്നവന്, അല്ലേലില്ലാതെ എല്ലാ ഐശ്വര്യങ്ങളും ഉള്ളവന്, രുചികരമായ വിവാഹങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന്, നിന്നെപ്പറ്റി ഓർക്കുന്നത് എത്ര ആരോചകരമാണ്. എങ്ങനെയുണ്ട്? ഇതല്ലേ ഞാൻ നിങ്ങളോട് ഇപ്പം പറഞ്ഞത്. ഞാനിതിപ്പം പ്രഭാഷകന്റെ പുസ്തകം, ജ്ഞാനത്തിന്റെ പുസ്തകം എന്നൊക്കെ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, ബൈബിളിൽ കർത്താവ് ഇന്നതല്ല ചെയ്തല്ല, ഇങ്ങനെ ചെല്ലേ അങ്ങനെ അല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് ഓരോരു വചനം കൊടുത്തില്ല, അതിലെല്ലാം ഉദാഹരണ സഹിതം കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതാണ് തള്ളണം, കൊള്ളണം എന്ന് പറഞ്ഞതിന്റെ കാര്യം. മരണമേ, ദരിദ്രനും ശക്തി ക്ഷയിച്ചവനും വൃദ്ധനും അല്ലേൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട സദാ നിരസം പ്രകടിപ്പിക്കുന്നവനും, നിന്റെ വിധി എത്രയോ സ്വർഗാത്താർഹം. കണ്ടോ? ദരിദ്രനായിരുന്നു സ്വർഗം. ഈ സമ്പത്തും ഈ ആർഭാടങ്ങളൊന്നും വേണ്ട, അത് കർത്താവിന് ഇഷ്ടമല്ല. മരണവിധിയെ ഭയപ്പെടേണ്ട. നിന്റെ മുൻകാല ജീവിതത്തെയും ജീവിതാന്തത്തെയും ഓർക്കുക. മർത്യവർഗത്തിലുള്ള കർത്താവിൻ്റെ തീർപ്പാണ് ഇത്. പോരെ? ഇത്രയും പോരെ? വായിച്ചോട്ടെ. പിന്നെ എന്തെങ്കിലും സംശയം തോന്നുന്നവർ പ്രഭാഷകന്റെ പുസ്തകം 41-ാം അധ്യായം 7 മുതൽ 1 മുതൽ 4 വരെയുള്ളത് വായിച്ചു. അതേക്കൂടെ അത് മാത്രമല്ല, പൂർണ്ണമായിട്ടും നിങ്ങൾ ആദ്യം 1 മുതൽ അവസാനം വരെ നിങ്ങളിത് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റി വെക്കണം, എന്തെല്ലാം വേർപ്പെടുത്തി കളയണം, എന്തെല്ലാം നമ്മൾ ചേർത്ത് പിടിക്കണം എന്നുള്ളതെല്ലാം ഈ പുസ്തകത്തിലുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോയി നോക്കിക്കേ. നമുക്ക് നമ്മുടെ ജീവിതം സന്തോഷകരമായിരിക്കും. ദാരിദ്ര്യം ഉണ്ടെന്നോർത്തോ ആർഭാടങ്ങൾ ഉപേക്ഷിച്ചോർത്തോ നമ്മൾ ഒരിക്കലും ദുഃഖിക്കേണ്ടതില്ല. ആ ദാരിദ്ര്യമാണ് നമുക്ക് സമാധാനം സന്തോഷം തരുന്നത്. ഇല്ലായ്മയിലും വല്ലായ്മയിലും കർത്താവ് തന്നെ കാലപ്പെട്ട് ജീവിച്ചതിൻ്റെ ഈ ലോക സ്രഷ്ടാവിനും കാലത്തൊഴിച്ച് തയ്ക്കേണ്ട കൊട്ടാരത്തിലൊക്കെ ജീവിക്കാൻ പറ്റില്ലോ. അത് നല്ലതല്ലെന്ന് ദൈവത്തിന് അറിയാമായിരുന്നുകൊണ്ടാണ്.
നല്ലതല്ല എന്നറിയാവുന്നത് കൊണ്ടാണ് തമ്പുരാൻ അങ്ങനെ ചെയ്തത്. അതുപോലും അനുകരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. എളുപ്പത്തിൽ ഓരോരുത്തർ പറയും നമ്മളെ സമ്പന്നരാക്കാനാണ് കർത്താവ് ദരിദ്രനായതെന്ന്. ദരിദ്രനാകാൻ വേണ്ടി കർത്താവ് അനുഭവിച്ചത് അറിയാമല്ലോ എത്ര വലുതാണ്, ദുഃഖമാണെന്ന്. അപ്പം നമുക്കും ആ ദുഃഖം മതി, എനിക്ക് എൻ്റെ കർത്താവ് അനുഭവിച്ച ദുഃഖം നമുക്ക് മതിയെന്ന് നമുക്കൊന്ന് ഏറ്റുപറയാൻ ആർക്കും തയ്യാറാണോ? അല്ല. കർത്താവ് നമ്മളെ സമ്പന്നനാക്കാൻ വേണ്ടി കർത്താവ് ദരിദ്രനായി എന്ന് പറഞ്ഞ് സമ്പത്തെല്ലാം വാരിക്കൂട്ടാൻ എല്ലാവർക്കും ഇഷ്ടം. അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാക്കാം. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. ഭവനം പണിയുമ്പോൾ നല്ലത് ശ്രദ്ധിക്കുക. വീട്ടിൽ നിന്ന് ബാത്റൂം നമ്മുടെ സ്ക്വയർ ഫീറ്റിൽ നിന്ന് പുറത്ത് പണിയാൻ ശ്രദ്ധിക്കുക. അങ്ങനെ വന്നാൽ നമ്മുടെ ഭവനം ശുദ്ധിയുള്ളതാകും, പരിശുദ്ധമുള്ളതാകും, ദൈവം വസിക്കും. ഇല്ലാത്ത പക്ഷത്ത് ദൈവം ഉണ്ടാവില്ല. ഞാൻ ഉറപ്പാണ് ഈ പറയുന്നത്. ഓക്കെ.